ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടയിലെ ഒരു പാർക്കിലാണ്. അപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ വേറെ കുറച്ച് പുതിയതായ കുറച്ച് കാഴ്ചകളോട് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇപ്പൊ സന്ധ്യ ആവാറായി, നൈറ്റ് ആവാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിനിങ്സും കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്രിസ്മസിന്റെ ഒരു ആഘോഷം, ഇവിടുത്തെ ക്രിസ്മസിന്റെ ഒരു രീതി, അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആണ് ഇവിടുത്തെ ഒരു പാർക്ക്. അങ്ങനെ ആരും ഇതിൻ്റെ അകത്തേക്ക് വരാറില്ല, അതുകൊണ്ട് കാണലും ഇല്ല. അതാണ് ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത. വളരെ കുറവാണ് ആൾക്കാർ അതിനകത്ത്. ഇവിടുത്തെ ഒരു ഹോട്ടലാട്ടോ, നല്ല അടിപൊളി ഹോട്ടൽ. ഒരു പ്രത്യേക സെറ്റപ്പാട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഒരു പ്രത്യേക സെറ്റപ്പാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ കുറേ കോട്ടൊക്കെ ഇട്ട ആൾക്കാരെ, ഇവിടെ മൊത്തം VIP ആണെന്ന് തോന്നണം. തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് സ്റ്റാൾസിൽ, ഇവിടുത്തെ ഒരുപാട് ഷോപ്സിൽ മലയാളീസ് ആണ് നിൽക്കുന്നത്. മലയാളീസ് നിൽക്കുന്ന ഷോപ്സ് ഉണ്ട്, ഇന്ത്യൻസ് നിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. നമുക്ക് വേറൊരു സ്പോട്ടിലേക്ക് പോവാം. അവിടെ അത്യാവശ്യം എന്തൊക്കെയോ ഐറ്റം ഉണ്ട്, അങ്ങോട്ട് പോയില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. നടക്കാനുണ്ട്. നമ്മൾ ആദ്യം വന്ന പാർക്കാണത്, ആ കാണുന്നത്. ലൈറ്റ് ഇപ്പം ലൈറ്റൊക്കെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സെറ്റപ്പാട്ടോ. അപ്പം ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന പാർക്കിൻ്റെ ഉള്ളിലത്തെ വെള്ളച്ചാട്ടം കാണിച്ചതില്ല, ആ പാർക്കാണിത്. ഇപ്പം കുറച്ചുകൂടി ഭംഗിയൊക്കെ വന്നു അല്ലേ. നേരത്തെ വലിയ ഭംഗി ഉണ്ടായില്ല, എന്നാലും ഈ കരടിക്കൂട്ടം നല്ല രസമുണ്ട്. കരടിയല്ല, പാണ്ട, ക്രിസ്മസ് പാണ്ട, നല്ല രസമുണ്ട് കേട്ടോ. നൈസ് സാധനം. അപ്പോൾ നമ്മൾ വേഗം നമ്മൾ അപ്പുറത്തെ സ്പോട്ടിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കുറേ മേക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് അവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കണ്ടിട്ട് വരാം. മാൾട്ടയിലെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ടൂർ, അതായത് വേറെ രാജ്യത്ത് വന്നവർക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബസ്സുണ്ട്, ഡബിൾ ഡക്കറായിട്ടുള്ള ബസ്. ഇപ്പുറം കാണുന്നത് മാൾട്ട സൈറ്റ് സീയിങ്. മാൾട്ടയിലുള്ള എല്ലാ സൈറ്റും ഈ ബസ്സിൽ കൂടെ നമുക്ക് മുകളിൽ കൂടെ ഇരുന്ന് ഓപ്പൺ എയറിലൊക്കെ ഇരുന്ന് കാണാം. ഒന്ന് മലയാളീസ് ഒന്നും പോകാൻ കണ്ടിട്ടില്ല, എന്നാലും ഈ ജർമ്മനി, നോർവേ, ഡെൻമാർക്കിൽ നിന്നുള്ളവരൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. നല്ലൊരു ബസ്സാട്ടോ. ഈ ബസ്സിൻ്റെ ഡ്രൈവേഴ്സും മലയാളീസാണ്, അതാണ് ഒരു പ്രത്യേകത. നമ്മൾ വീണ്ടും കളർഫുള്ളായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. കളർഫുൾ. നമുക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം. കാറുണ്ട്, പഴയ അംബാസഡർ അല്ല, പഴയ ഒരു കാറ് പോലത്തെ സെറ്റപ്പ്. പിന്നെ അവിടുത്തെ സെയിം സാധനം തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസ് ട്രീ. കൊള്ളാം, നൈസ്. ഇതാണ് വല്ലറ്റയിലൊരു പള്ളി. ഇതാണ് ഇവിടുത്തെ, ഞാനിപ്പോൾ ഇന്നാട്ടോ ഇത് കാണുന്നത്. ശരി, ഞാൻ കണ്ടു, പക്ഷേ ഇങ്ങനെ ഇവിടം വരെ വന്നത് ആദ്യമായിട്ടാണ് തന്നെ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പട്ടികളുണ്ട് കേട്ടോ, പട്ടികൾ, നല്ല ചീമുട്ടൻ പട്ടികൾ. നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല, ഇത് നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു സാധനം. ഫോട്ടോയെ കണ്ടാൽ തോന്നില്ലാന്നുള്ളൂ. എന്നാലും ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോരാണ്. ഇവിടെ മറ്റേ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ഐറ്റം ഇല്ലേ, മറ്റേ നമ്മുടെ ഐസൊക്കെ വെച്ചിട്ട്, വൈറ്റ് പൗഡറൊക്കെ വെച്ചിട്ട് സ്കേറ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ കുറച്ച് ഐറ്റമൊക്കെ ഉണ്ട്. പക്ഷേ വലിയ സെറ്റപ്പ് തോന്നിയില്ല, അതുകൊണ്ട് ഇറങ്ങി പോകുന്നു. നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു കേട്ടോ. ഇവിടെയുണ്ട്. ഇവരുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ത്രികോണം മാതിരി ലൈറ്റൊക്കെ ഇട്ടിട്ട്, അതാണ് ഇവിടെ കൂടുതലും കാണാൻ കണ്ടത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇരുട്ടാണല്ലേ. ഇതാണ് കോസ്റ്റ കോഫി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് കോഫി കുടിക്കാൻ പോകുന്നു. അല്ല, ഞാനിവിടെ ചുമ്മാ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? നൈസ്. ഈ സാധനം ഇവിടെ ഒരു 5-6 കാണാൻ കഴിയും, പല സ്ഥലത്തായിട്ട്. ക്രിസ്മസ് അപ്പൂവിൻ്റെ അടുത്തേക്ക് പോയാലോ? ക്രിസ്മസ് അപ്പൂവിൻ്റെ അടുത്ത് പോകാം. കിടക്കാച്ചി വണ്ടി കാണിച്ചാലോ, കിടക്കാച്ചി വണ്ടി നോക്കി. സീൻ സാധനം. ബസ്സാണോ അതോ? ആണ് ഇവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഭയങ്കര വൈബാട്ടെ പുള്ളി ഭയങ്കര വൈബിലാണ്. ഇവിടെ എല്ലാവരും സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചാലോ ഒരു സെൽഫി? ചോദിച്ചു നോക്കാനേ. കിട്ടായി കിട്ടിയ പോയാൽ പോയി.